ഹായ് എവരി വൺ, വെൽക്കം ടു റീഡ്സ് ട്രെൻഡ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയാണ് ബനാന ബോൾസ്. ബനാന ബോൾസ് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ചുക്ക്, അതേപോലെ ബദാം, അണ്ടിപ്പരിപ്പ്, ഏലക്ക ഇതൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇത് ഞാനിപ്പോൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ. അതിനുശേഷം ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് പഴം നുറുക്കി വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പഴം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2 വലിയ നേന്ത്രപ്പഴം നല്ല പഴുത്തതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് പഴം നെയ്യിലിട്ട് നന്നായി ഒന്ന് വിളയിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി ഈ പരിവ് ഒന്ന് മാറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് 1-2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇവിടെ എനിക്ക് പഴം നല്ല മധുരത്തിലുള്ളതായതുകൊണ്ട് ഞാൻ അധികം ഇട്ട് കൊടുക്കുന്നില്ല. അതിനുശേഷം തേങ്ങ ചെരുകി വെച്ചത് ഒരു അരമുറി തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന പൗഡർ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി നമുക്കൊരു 1/4 കപ്പ് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നല്ലപോലെ ഇത് കൂട്ടി ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. അടുത്തതായി നമുക്കൊരു 1/2 കപ്പ് പാല്, ഇത് കാച്ചിയ പാലാണ്. പാൽ ഇതിലോട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതേപോലെ ഇളക്കി വെച്ച ഈ മിക്സ് കൊണ്ട് നമുക്ക് ഇതേപോലെ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റണം. കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു പരിവ് എന്താണെന്ന്. അതുവരെ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഇതേപോലെ ബോൾസായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിൽ ഇത്ര എണ്ണയൊന്നും ആവശ്യമില്ല, കുറച്ച് എണ്ണ എടുക്കണ്ടു. ഞാനത് ഇത്തിരി കൂടിപ്പോയി എണ്ണ. ഇത്ര എണ്ണയൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. കാരണം അതിലുള്ളതെല്ലാം നമ്മൾ ഓൾറെഡി വേവിച്ചത് കാരണം. അപ്പോൾ നമ്മുടെ ബനാന ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. ബനാനയുടെയും റവയുടെയും ഒക്കെ നല്ലൊരു ഫ്ലേവർ ഉള്ളതാണ്. നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ദെൻ ബൈ.